എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മനുകൃഷ്ണൻ എന്നാണ്. കാസർഗോഡ് RTO എൻഫോഴ്സ്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ട് കഴിഞ്ഞ വർഷം, അതായത് 2025 ജനുവരി 1 ജോയിൻ ചെയ്ത ഞാൻ ഒരു വർഷം എൻ്റെ സർവീസ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു യൂട്യൂബ് വീഡിയോ ഇടാൻ കാരണം ഞാൻ പ്രത്യേകിച്ച് വലിയൊരു മോട്ടിവേറ്ററോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് വരുമാനം ആഗ്രഹിക്കുന്നതുകൊണ്ടോ അല്ല, അതൊന്നും കൊണ്ടല്ല. ഞാനിത് ചെയ്യാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു ചെറിയൊരു റീലായിട്ട് ഞാൻ ജോലി കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് അപ്പോഴത്തെ ഒരു സന്തോഷത്തിൻ്റെ പേരിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നല്ലൊരു പ്രോത്സാഹനവും സപ്പോർട്ടും അതേപോലെ തന്നെ പ്രതികരണമാണ് എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ ചിലവരൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ദിനംപ്രതി എനിക്ക് ഇഷ്ടംപോലെ വാട്സപ്പ് മെസ്സേജ് കാര്യങ്ങൾ വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു നിങ്ങൾ പഠിച്ചത്, എങ്ങനെയാണ് നിങ്ങൾ പാസ്സായത്, നിങ്ങളാവുന്ന രീതിയിലുള്ളൊരു ടിപ്പും കാര്യങ്ങളൊന്ന് ജസ്റ്റ് പറഞ്ഞു തരുമോ എന്നുള്ള രീതിയിൽ ആൾക്കാർ എന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നു എന്നല്ല, സമീപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ദിവസവും. അപ്പോൾ എനിക്കതിലൊരു പ്രശ്നമില്ല. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്രമാത്രം കഠിനാധ്വാനത്തിലും അത്രമാത്രം ദൃഢനിശ്ചയത്തിലും ഉറക്കമില്ലാത്ത കുറേ രാത്രികൾ ഇതിൻ്റെ പിറകിലുണ്ട്. അപ്പോൾ എൻ്റെ ആ ഒരു വർഷത്തെ എൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാനിപ്പോൾ സർവീസിലാണ്, അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ ഫലമായിട്ട്, അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നും അല്ല, എന്നാലും ഒരു വർഷത്തെ എക്സ്പീരിയൻസും എൻ്റെ ആ പഠനത്തിൻ്റെ എക്സ്പീരിയൻസും വെച്ചിട്ട് എന്നാൽ ആവാവുന്ന രീതിയിൽ ഇനിയിപ്പോൾ എക്സാം വിളിക്കാൻ പോവുകയാണ്. അപ്പോൾ മിക്കവാറും ഈ വർഷം തന്നെ ഏപ്രിൽ മുതൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അടുത്ത തവണത്തെ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇടാൻ താല്പര്യപ്പെടുന്നുള്ളത്. അപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ, നമുക്കൊന്ന് ആഗ്രഹിച്ച് നമ്മൾ മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് നേടിയെടുക്കാം എന്നുള്ളതിന് യാതൊരു ഡൗട്ടും വേണ്ട. എനിക്കിത് ആവണം, എനിക്കിത് വേണം എന്ന് ഒരു ബേണിംഗ് ഡിസയർ, നമ്മളെ മൈൻഡിൻ്റെ ഉള്ള ഒരു ബേണിംഗ് ഡിസയർ ഉണ്ടെങ്കിൽ, അതിനു വേണ്ടി പരിശ്രമിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ, പരിശ്രമിക്കാൻ വേണ്ട സാഹചര്യങ്ങൾ നമ്മളെ മുമ്പിൽ ഉണ്ടെങ്കിൽ, എന്തുകൊണ്ട് പേടിക്കേണ്ട. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് കിട്ടിയിരിക്കും. അതിനുള്ള ഒരു ഉദാഹരണമാണ്, ചെറിയൊരു ഉദാഹരണം മാത്രമാണ് എനിക്കിപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ഈ ജോലി എന്ന് പറയുന്നുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവമൊന്നുമല്ല, ഇത് ലോകത്തിൻ്റെ അവസാനമല്ല എന്ന് എനിക്കറിയാം. പക്ഷേ നമ്മളുടെ ഒരു ചെറിയൊരു ആഗ്രഹത്തിന് നമ്മൾ മുണ്ട് മടക്കി കുത്തി കച്ച കെട്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേടാനാവുന്നതേ ഉള്ളൂ ഏത് കാര്യങ്ങളും. പിന്നെ അതിന് വേണ്ടത് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതെനിക്ക് കിട്ടിയേ തീരുള്ളൂ എന്നുള്ളൊരു മൈൻഡ്, അത് ആദ്യം തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരു കാര്യം ചിന്തിക്കേണ്ടത്, നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ പിറകിൽ കുറേ നമ്മൾ ഫുൾ ടൈം ഇതിൻ്റെ പിറകെ അങ്ങനെ ഇരുന്ന് പഠിച്ച് അങ്ങനത്തെ ഒരു സംഭവമല്ല. മെയിനായിട്ട് നമ്മൾ എന്താ വേണ്ടത്, പഠിക്കുന്ന സമയം ഫുൾ അതിന് കൊടുക്കുക വേണ്ടത്. അല്ലാതെ നമ്മൾ കുറേ സമയം ചിലവഴിച്ച് പറഞ്ഞൊരു കാര്യമില്ല. നമ്മൾ ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ കൊടുക്കുന്ന സമയം മാന്യത പുലർത്താൻ വേണ്ടി ശ്രമിക്കുക. അതുമാത്രമാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. പിന്നെ പഠിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഒരു സ്ലോ ലേണറാണ്. എനിക്ക് കുറേ ടൈം വേണ്ടി വരും. ബാക്കിയുള്ളവരൊക്കെ പഠിച്ച് പെട്ടെന്ന് കയറും. അങ്ങനെയുള്ള ചിന്തകളും ഈ ടെൻഷനും വ്യാകുലതകളും ഇതൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കി വെക്കുക. നമ്മളെന്തായാലും ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചു. അപ്പോൾ തിരിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം എന്ത് ചെയ്യുക, നമ്മൾ ഫുൾ എഫേർട്ട് അതിലിടുക. നമ്മളെന്തിനാ ബാക്കിയുള്ളവരെ കുറിച്ചും അതിൻ്റെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് ബോധേഡായി ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യമില്ല. നമ്മളുടെ പാർട്ട് ചെയ്യുക, ബാക്കി നമ്മളെ തേടി വരും, അത്രേ ഉള്ളൂ. നമ്മൾ ഈ ബാക്കിയുള്ളവരെ കുറിച്ചും ഇത്രയൊക്കെ പേര് ചെയ്യുന്ന എക്സാമിന് ഞാൻ ഈ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്ലോ ലേണറാണ്, അപ്പോൾ എനിക്കിത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുമോ, അവരൊന്നിച്ച് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള ഡൗട്ടും കാര്യങ്ങളൊന്നും വേണ്ട. നമ്മൾ ഇറങ്ങി തിരിക്കുക, അത്രേ ഉള്ളൂ. ഇതേ മൈൻഡ് സെറ്റുമായിട്ടാണ് ഭൂരിഭാഗം പേരുന്നല്ല 100% പേരും ഇതേ ഒരു മൈൻഡ് സെറ്റിലാണ് കടന്നു പോയിട്ട് പരീക്ഷേനെ സമീപിക്കുന്നുള്ളത്. അപ്പോൾ അവർക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മൾ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്തെടുക്കുകയാണ്. എന്നെക്കൊണ്ടാവും, ഞാൻ ഓൾറെഡി ആയി എന്നുള്ള രീതിയിൽ നമ്മൾ സമീപിക്കുക.
പിന്നെ ചിലവർ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ചെറിയൊരു ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ചിലർക്ക് ചിലപ്പോൾ 1 മണിക്കൂർ ടൈം വേണ്ടി വരും. ചിലവരത് 10 മിനിറ്റിൽ പഠിച്ചെടുക്കുന്നുണ്ടാവും. പക്ഷേ ഈ 1 മണിക്കൂർ ടൈം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ തുടർച്ചയായിട്ട് അത് നമ്മളുടെ ജീവിതത്തിൽ, അതായത് എക്സാമിൻ്റെ ഡേറ്റ് തൊട്ട് മുമ്പത്തെ ദിവസം വരെ നമ്മൾ അത് തന്നെ കീപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കത് വലിയൊരു വിഷയമായിട്ട് വരില്ല. നമ്മൾ 1 മണിക്കൂർ കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ മറിച്ച് ആ 10 മിനിറ്റ് കൊടുത്താൽ മനസ്സിൽ കയറുന്നവന് ചിലപ്പോൾ ആ ഒരു 10 മിനിറ്റ് ഡെയിലി കൊടുക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കണ്ട് ഒരിക്കലും ഈ ടെൻഷനോ കാര്യങ്ങളോ അടിക്കരുത്. നമ്മളുടെ കോൺഫിഡൻസിൽ തന്നെ അങ്ങനെ നിൽക്കുക. കൺസിസ്റ്റൻസിയാണ് മെയിൻ. നമ്മൾ തുടക്കത്തിലെല്ലാം ഭയങ്കര ആവശ്യമായിരിക്കും, ഭയങ്കര രീതിയിൽ ഇതിൻ്റെ സിലബസ് എടുത്ത് പ്രിൻ്റ് ചെയ്ത് വെക്കുന്നു, അതിൻ്റെ ഫോട്ടോ കാര്യങ്ങൾ ഒട്ടിച്ച് വെക്കുന്നു, അതിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ അവസാനം നല്ല എനർജിയിലായിരിക്കും മുന്നോട്ട് പോവുക. പക്ഷേ അതിൻ്റെ ഇടയിലുള്ള കുറച്ച് കാലങ്ങൾ അവിടെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും നമ്മളുടെ സക്സസിൻ്റെ കാര്യം. പിന്നെ പഠിക്കാനിരിക്കുന്ന സമയത്ത് മാക്സിമം നമ്മൾ സ്ട്രെസ്സ് എന്ന് പറഞ്ഞ സാധനം മാനേജ് ചെയ്തേ പറ്റൂ. നമുക്കിത് നേടിയേ പറ്റൂ എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷേ എന്നാൽ തന്നെയും ഇത് കിട്ടിയില്ലെങ്കിൽ എന്താവും എന്നുള്ള ആ ഒരു ഭയങ്കര ഭീകരമായ ഒരു ടെൻഷൻ നമ്മളിൽ എഫക്റ്റ് ആവാൻ വിടരുത്. നമ്മൾ കൂൾ മൈൻഡായിട്ട് തന്നെ ഇത് പഠിക്കാൻ വേണ്ടി ഇരിക്കുക. ഇതെന്ന് മീൻസ് ഞാൻ പറഞ്ഞ ഈ ഒരു എക്സാം മാത്രമല്ല, നമ്മളിപ്പോൾ ഏത് എക്സാമാണോ നമ്മൾ മുമ്പിൽ കാണുന്നത് അത് നമ്മൾ മുന്നിൽ കണ്ട് ഓവർ സ്ട്രെസ്ഡ് ഔട്ട് ആവാതിരിക്കുക. അപ്പം ഞാൻ പറയുന്നത് അങ്ങനെ ഭയങ്കര ടൈം കൊടുത്ത് ഓവർ ടൈം ഇത് തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിലാക്സ് ചെയ്യണം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറയാം, ഞാനൊക്കെ പഠിച്ചതെന്ന് പറഞ്ഞാൽ ഞാനൊരു 1.5 മണിക്കൂറിൽ കൂടുതലൊന്നും എനിക്ക് ഒറ്റയടിക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് 10-15 മിനിറ്റ് അടക്കം ഒരു ബ്രേക്ക് എടുക്കും. ഓരോന്നിൻ്റെ ഇടയിലും അടക്കം ബ്രേക്ക് എടുക്കും. ബ്രേക്ക് എടുത്ത് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും വർക്കൗട്ട് ആകുമെന്ന് എനിക്കറിയില്ല. ഞാനൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ടൈമർ വെച്ചിട്ട് അതൊരു ചെറിയൊരു നാപ്പ് എടുക്കും. അപ്പോൾ ഒന്ന് ജസ്റ്റ് റീഫ്രഷ് ആവും, വീണ്ടും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ സംഭവങ്ങൾ ഫെഡപ്പായി ഇങ്ങനെ തലയിൽ നിൽക്കും. അപ്പോൾ എല്ലാവർക്കും അത് 10 മിനിറ്റ് ഒന്നും ഉറങ്ങാം, ജസ്റ്റ് ഒരു നാപ്പ് എടുക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ഒരാളുണ്ട് ഇപ്പം എന്നാലും കണ്ണടച്ച് ഒന്ന് ശാന്തമായിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് മുഖമൊക്കെ കഴുകി വന്നു കഴിഞ്ഞാൽ ഒന്ന് ഫ്രഷപ്പ് ആവും. അതുപോലെ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഒന്ന് റിഫ്രഷായി പോകും. അത് നല്ല സംഭവമാണ്. ഇടയ്ക്ക് അതേപോലെ തന്നെ ഒന്ന് തലയിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല ഒരു ഫ്രഷപ്പായി വീണ്ടും നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതേപോലെ തന്നെ ബ്രേക്ക് എടുക്കണം. അതേപോലെ അത്യാവശ്യം മൈൻഡിൽ റിഫ്രഷ് ചെയ്യുന്ന പാട്ട് കേൾക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഒന്നിച്ച് കൊണ്ടുപോകാൻ വേണ്ടി പറ്റണം. അപ്പോൾ ഒരിക്കൽ പാട്ട് കേൾക്കാൻ വേണ്ടി മൊബൈലെടുത്ത് പിന്നെ അതിൻ്റെ വഴിക്ക് പോയി കഴിഞ്ഞാൽ ഇത് പരിപാടി നടക്കില്ല. അപ്പോൾ ആ കണ്ടിന്യൂറ്റി കൃത്യമായി നമ്മളത് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ എപ്പം മുതൽ നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നോ എക്സാമിൻ്റെ അന്ന് വരെ നമുക്കത് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റണം. അതുപോലെ ഇപ്പോഴൊക്കെ ആണെങ്കിൽ മെയിൻ ഇഷ്ടംപോലെ ഈ സോഴ്സസ് അവൈലബിൾ ആണ്. ഇഷ്ടംപോലെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓൺലൈനായാലും ഇഷ്ടംപോലെ MCQ ക്വസ്റ്റ്യൻസും പരിപാടിയൊക്കെ കിട്ടുന്ന ഇഷ്ടംപോലെ സൈറ്റും കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ കോച്ചിങ് സ്ഥാപനങ്ങളുണ്ട്. അതേപോലെ ബുക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഫെമിലിയറൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാനുള്ള കാര്യം. മാക്സിമം അതായത് ആദ്യം തന്നെ സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് നമ്മൾ സിലബസ് തീർത്ത ശേഷം ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യുക, നമ്മൾ മാക്സിമം ടൈമിൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കുക. അത് നമ്മൾ തന്നെ എഴുതിയിട്ട് ഒരു എക്സാം പോലെ തന്നെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് തന്നെ പഠിക്കണം. മാക്സിമം നമ്മൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ട് നിന്നാൽ മാത്രമേ നമുക്കതായിട്ട് അതിനുള്ള ഒരു പേടി പോവുള്ളൂ. ഒന്നാമത് ഈ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് എക്സാമിനോടുള്ള ആ ഒരു ടെൻഷൻ ഉണ്ടാവും. ആ സമയത്തുള്ള ആ ഒരു 100 ക്വസ്റ്റ്യൻ ഞാൻ ആ ഒരു സമയത്ത് ചെയ്ത് തീർക്കണമല്ലോ, എങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക എന്നുള്ളത് അത് പഠിച്ചുകൊണ്ട് തീരെ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. മാക്സിമം ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കണം. അപ്പോൾ അതിന് ആദ്യം നമ്മളുടെ തൊട്ട് മുമ്പത്തെ AMPയുടെ എക്സാം എടുക്കുക. അതിൻ്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളെന്ത് ചെയ്യാം, അതിൽ ടിക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു ബെസ്റ്റാണ്. പിന്നെ കൃത്യമായിട്ടൊരു ടൈം ടേബിൾ മസ്റ്റായിട്ടും വേണം. ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ അതായത് നാളെ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് തലേദിവസം രാത്രിയെങ്കിലും ഒരു ചെറിയൊരു നോട്ട് പാഡിൽ എഴുതി വെക്കാം. എന്നിട്ട് അത് ചെയ്യുന്ന പോലെ നാളെ ഓരോന്ന് കഴിയുന്ന പോലെ ടിക്കറ്റ് വരികയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്കത് അത് ഫില്ലപ്പ് ചെയ്ത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊക്കെ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. പിന്നെ പഠിക്കുമ്പോൾ വേറൊരു സംഭവമാണ് നമ്മൾ റിവിഷൻ എന്ന് പറയുന്ന സാധനം. ഇതില്ലാതെ ഒരാൾക്കും നല്ലൊരു കോൺഫിഡൻ്റ് ആയിട്ട് ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഞാനത് പഠിച്ചാണ്, എക്സാമിൻ്റെ ടൈമിലൊക്കെ വിട്ടുപോയി. മെയിൻ റീസൺ വേറൊന്നുമല്ല, റിവിഷനാണ്. റിവിഷൻ ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. എത്രമാത്രം നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റുന്നോ അത്രമാത്രം നമ്മൾ എന്തായിരിക്കും സക്സസ് ആയിരിക്കും.
ഇപ്പോൾ ഒരേ ഒരു കാര്യം നമ്മൾ കുറച്ച് തവണ പഠിച്ചിട്ട് ആർക്കായാലും ഇതെൻ്റെ തലയിൽ കയറുന്നില്ലല്ലോ, പുതിയ ടോപ്പിക്ക് വരുമ്പോൾ അത് മറന്നു പോകുന്നു, ഞാൻ റിവിഷൻ ചെയ്തതാണെന്ന് പറഞ്ഞു, അത് കാര്യമില്ല. ചിലവർക്ക് പല തവണ റിവൈസ് ചെയ്താലേ ഇത് തലയിൽ കയറുള്ളൂ. അപ്പോൾ ആദ്യം ഡെയിലി റിവിഷൻ, പിന്നെ ഒരു വീക്കിലി, പിന്നെ ഒരു മന്ത്ലി, അങ്ങനെ അത് മാക്സിമം എത്രമാത്രം റിവൈസ് ചെയ്യാൻ പറ്റുമോ അത് മസ്റ്റായിട്ട് നമ്മൾ ചെയ്യണം. അന്നന്ന് പഠിച്ച കാര്യങ്ങൾ പഠിച്ച് മതിയാക്കി പുസ്തകം പൂട്ടി വെക്കുന്നതിന് തൊട്ട് മുമ്പ് ഒന്ന് റിവൈസ് ചെയ്യണം. അതേപോലെ ഇതേ സാധനം പിറ്റേ ദിവസം, അതായത് പിന്നത്തെ ദിവസം നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അതൊന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കിയിട്ട് മാത്രം പുതിയത് പഠിച്ചാൽ മതി. അതായത് ഈ ഒരു 1000 ഫാക്റ്റ് നമ്മൾ ഒന്നിച്ചിങ്ങനെ പഠിക്കുന്നതിന് പകരം കൂടുതൽ പഠിക്കുന്നതല്ല, ഒരു 100 ഫാക്റ്റ് പഠിച്ചാൽ അത് ഒരു 10 തവണ റിവൈസ് ചെയ്യുന്നതാണ് ഏറ്റവും അധികം ബെറ്റർ. അതാണ് അതിൻ്റെ ഒരു രീതി. അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് പഠിച്ച സാധനം നമ്മളെ തലേന്ന് പോവില്ല, മറിച്ച് കുറേ പഠിച്ച് തീർക്കുകയല്ല കാര്യം. പഠിച്ച് തീർത്ത കാര്യങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കിട്ടണം. അതിന് ഏറ്റവും നല്ല ബെസ്റ്റ് അതാണ്. സ്ലോ ലേണിംഗ് ആയിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ടൈമുണ്ട്. ഇപ്പോൾ മിക്കവാറും ഒരു വർഷത്തോളം നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ടൈം കിട്ടും AMV എക്സാമിന്. പിന്നെ ഞാനിത് കൂടുതൽ പറഞ്ഞിങ്ങനെ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു വോയിസ് ആയിട്ട് ഇടണം എന്ന് എനിക്ക് തോന്നിയുണ്ട്. അത് കണ്ടമാനം മെസ്സേജും കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, പേഴ്സണലായിട്ട് ചോദിക്കുന്നതിൽ എനിക്ക് ഒരു വിരോധമില്ല, എനിക്ക് പറയുന്നതിൽ ഒരു കുഴപ്പമില്ല. എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും നമുക്കിങ്ങനെ ആരും പറഞ്ഞു തന്നിട്ടൊന്നുമില്ല, നമുക്ക് യാതൊരുവിധ ഗൈഡൻസും കിട്ടിയിട്ടില്ല. കോച്ചിങ് സ്ഥാപനം എടുത്തു എന്നല്ലാതെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ ആരോടും നമുക്ക് ഇതുപോലെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് ചോദിക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ എനിക്കിത് സന്തോഷമേ ഉള്ളൂ. ഇനിയിപ്പോൾ പഠിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കാനും എല്ലാവരും നമ്മൾ സഞ്ചരിച്ച പാത്താണല്ലോ, നമുക്കത് ഓൾറെഡി നമ്മൾ കടന്നുപോയ സംഭവങ്ങളാണ്. നമ്മൾ എത്രമാത്രം ടെൻഷൻ അടിച്ചിട്ടാണ് ഒരു എക്സാമിന് അഭിമുഖീകരിച്ചത്, എത്രമാത്രം എഫേർട്ട് എടുത്തിട്ടാണ്, കിട്ടുമോ കിട്ടിയില്ല എന്നുള്ള ടെൻഷനൊക്കെ നമുക്ക് നല്ലോണം ഉണ്ടായിരുന്നു. കിട്ടിയില്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം കിട്ടിയില്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമാകുമായിരുന്നു. അപ്പം അതൊക്കെ അതിജീവിച്ചിട്ട് നമുക്കിത് നേടാൻ പറ്റും എന്ന് വിശ്വസിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോയതാണ്. അപ്പോൾ എനിക്കുണ്ടായ ആ ഒരു, അതായത് എനിക്ക് ആ സമയത്ത് കിട്ടിയിരുന്നില്ല ഗൈഡൻസും കാര്യങ്ങളും. അതൊക്കെ ഇനിയുള്ളവർക്കെങ്കിലും എനിക്ക് പറഞ്ഞു കൊടുക്കാൻ, എന്ന് വെച്ച് ഞാൻ വലിയ സംഭവമൊന്നുമല്ല, ഒരിക്കൽ കൂടി പറയുന്നു, പക്ഷേ എനിക്കൊരു സന്തോഷം നൽകുന്ന കാര്യമാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും പേഴ്സണലി വീണ്ടും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ വേണമെങ്കിൽ എൻ്റെ നമ്പർ കൊടുക്കാം ഇതിൻ്റെ താഴെ. അത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. അപ്പോൾ ഇനി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.